ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് മൂന്നാർ സ്പെഷ്യാലിറ്റീസ്, മൂന്നാറിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്നത്. വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്നത്. അവിടെ പോയിട്ടുള്ളവർ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നാണ് മൂന്നാർ അറിയപ്പെടുന്നത്. മൂന്നാർ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം മൂന്നാറുകളുടെ സംഗമ സ്ഥലം, അതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വരുവാൻ കാരണം. മൂന്നാർ അല്ലെങ്കിൽ മൂന്ന് നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നല്ലതണ്ണി, മുതിരപ്പുഴ, കണ്ടളി എന്നിവയാണ് ആ മൂന്ന് ആറുകൾ. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 187 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 62,000 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ, അതായത് 5200 അടി ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കൊണ്ടും മനോഹരമായ പ്രകൃതി ഭംഗികൾ കൊണ്ടും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഗോത്രവർഗ്ഗക്കാർ ജീവിച്ചിരുന്നതായിട്ട് തെളിവുകളുണ്ട്. പിന്നീട് 1879 ഇവിടെ വനങ്ങൾ വെട്ടി തെളിക്കുകയും തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1880 തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു. അതേ തുടർന്ന് 1887 കണ്ണൻദേവൻ ഹിൽസ് കോർപ്പറേഷൻ ഇവിടെ സ്ഥാപിച്ചു. അതിനുശേഷം നിരവധി ആളുകളെ ഇവിടെ പണിക്കായിട്ട് കൊണ്ടുവരികയും അങ്ങനെ തേയിലത്തോട്ട തൊഴിലാളികളാണ് പിന്നീട് ഇവിടെ വ്യാപിച്ചതും പിന്നെ അവരുടെ ജസ്റ്റ് ജനറേഷൻ അങ്ങനെ ഇവിടെ പോപ്പുലേഷൻ കൂടിയതും. ആദ്യകാലത്ത് കൂടുതലും തമിഴരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. 1900 മോണോറെയിൽ ഉണ്ടായിരുന്നു, ചരക്ക് ഗതാഗതത്തിന് വേണ്ടി മോണോറെയിൽ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 1924 വെള്ളപ്പൊക്കത്തിൽ മോണോറെയിൽ റെയിൽവേ പാളങ്ങളെല്ലാം തകരുകയും ചെയ്തു. റോഡും എല്ലാം തകർന്നു. വെള്ളപ്പൊക്കത്താൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പിന്നീട് 1930 പുതുതായിട്ട് റോഡ് നിർമ്മിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1964 കണ്ണൻദേവൻ ഹിൽസ് കോർപ്പറേഷനെ ടാറ്റയും ഫില്ലയും ചേർന്ന് ഏറ്റെടുത്തു. 1964 ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നാണ് മൂന്നാർ അറിയപ്പെടുന്നത്. എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് മൂന്നാർ എന്നത്. ഇടുക്കിയിലെ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളായ തൊടുപുഴയും കട്ടപ്പനയും. തൊടുപുഴയിൽ നിന്നും ഏകദേശം 74 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്നും ഏകദേശം 58 കിലോമീറ്ററുമാണ് മൂന്നാറിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.